നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കോതമംഗലം നിയമസഭാ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നുള്ള സൂചനകൾ ശക്തമാവുകയാണ്. 2016-ലും 2021-ലും UDF കനത്ത പരാജയമാണ് കോതമംഗലം നിയമസഭാ സീറ്റിൽ ഉണ്ടായത്. 2006-ലും 2011-ലും അത് കേരള കോൺഗ്രസിലെ ജോസഫ് ഗ്രൂപ്പിൻ്റെ സീറ്റായിരുന്നു. 2006-ൽ ആദ്യം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി TU കിരുവിള അവിടെ നിന്ന് ജയിച്ചു. പിന്നീട് 2011-ൽ UDF സ്ഥാനാർത്ഥിയായി വീണ്ടും കുരുവിള കോതമംഗലത്ത് നിന്നും ജയിച്ചു. എന്നാൽ 2016-ൽ CPM-ലെ ആന്റണി ജോണിനോട് പരാജയപ്പെട്ടു. 2021-ൽ ജോസഫ് ഗ്രൂപ്പിന് തന്നെ ഷിബു തെക്കുംപുറം ആന്റണി ജോണിനോട് 6000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. അങ്ങനെ 2001-ന് ശേഷം കോൺഗ്രസ് മണ്ഡലമായിട്ടില്ല ഇതുവരെ കോതമംഗലം. 2001-ൽ VJ പൗലോസ് അവിടെ നിന്ന് ജയിച്ചതിന് ശേഷം മറ്റൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചിട്ടുമില്ല. ഇപ്പോൾ കോതമംഗലം സീറ്റ് ഏറ്റെടുക്കണമെന്നുള്ള വാദം കോൺഗ്രസിൽ ശക്തമാവുകയാണ്. കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുത്താൽ നിഷ്പ്രയാസം ആന്റണി ജോണിനെ തോൽപ്പിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നത്. അതിൽ കുറേ യാഥാർത്ഥ്യവുമുണ്ട്. അതിനു പകരമായി പെരുമ്പാവൂർ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് നൽകിയാലോ എന്നുള്ള ആലോചനയുമുണ്ട്. പെരുമ്പാവൂരിൽ മത്സരിച്ച് ജയിച്ചത് എൽദോസ് കുന്നപ്പള്ളിയാണ്. 2016-ലും 2021-ലും എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിൽ നിന്നും ജയിച്ചു. എന്നാൽ എൽദോസ് കുന്നപ്പള്ളിക്ക് ഇപ്പോൾ ജനപിന്തുണ കുറഞ്ഞെന്നും ഇനി അദ്ദേഹം മത്സരിച്ചാൽ ഒരുപക്ഷെ ജയിച്ചേക്കില്ലെന്നുമുള്ള വാദങ്ങൾ കോൺഗ്രസിൽ ശക്തമാണ്. അതുകൊണ്ട് പെരുമ്പാവൂർ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് നൽകി ജയിക്കുമെന്ന് ഉറപ്പുള്ള കോതമംഗലം സീറ്റ് കോൺഗ്രസ് എടുത്താലോ എന്നുള്ള ആലോചന ശക്തമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഇനിയും ആ സീറ്റ് നൽകിയാൽ ഒരുപക്ഷെ അവിടെ UDFന് ജയിക്കാൻ കഴിഞ്ഞേക്കില്ല. കാരണം കേരള കോൺഗ്രസുകൾക്കൊന്നും പഴയതുപോലെ ശക്തിയില്ല. ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് പോലും വളരെ ഊർജ്ജശ്വാസം വലിക്കുന്ന അവസ്ഥയിലാണ്. കേരള കോൺഗ്രസുകളുടെ രാഷ്ട്രീയ പ്രസക്തിയൊക്കെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അസ്തമിച്ചു കഴിഞ്ഞു എന്നാണ് എല്ലാവരും കരുതുന്നത്. അതുകൊണ്ട് ഇനി കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന് കേരളത്തെ ജനങ്ങളെ ആകർഷിക്കാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് വച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകൾ ചിലതെങ്കിലും കോൺഗ്രസ് ഏറ്റെടുത്താൽ അത് വലിയ ഗുണം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വരുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് അത് കോൺഗ്രസിൻ്റെ പട്ടിയിലേക്ക് വരികയാണെങ്കിൽ, കോൺഗ്രസിൻ്റെ കൂടയിലേക്ക് വരികയാണെങ്കിൽ അത് വലിയ ഗുണം ചെയ്യും. എന്നാൽ ജോസഫ് ഗ്രൂപ്പിന് അത്ര പെട്ടെന്ന് മാറ്റി നിർത്തുകയൊന്നും വയ്യ. അതുകൊണ്ടാണ് അവർക്ക് പെരുമ്പാവൂർ സീറ്റ് കൊടുക്കാമെന്ന് പറയുന്നത്. ഒരുപക്ഷെ പെരുമ്പാവൂർ സീറ്റ് അവർക്ക് കൊടുത്തില്ല എങ്കിൽ അത് മറ്റൊരു പ്രശ്നത്തിന് കാരണമാകും. പെരുമ്പാവൂർ സീറ്റിൽ ഏതായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കില്ല എന്ന് കോൺഗ്രസ് തന്നെ പറയുമ്പോൾ പിന്നെ ആ സീറ്റ് എന്ത് ചെയ്യും? മുസ്ലിം ലീഗിന് കൊടുക്കാൻ കഴിയില്ല. കാരണം ആ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുത്താൽ യാക്കോബായ ക്രൈസ്തവ വിഭാഗം രണ്ട് മണ്ഡലങ്ങളിലും പ്രബലമായ യാക്കോബായ ക്രൈസ്തവ വിഭാഗം കോൺഗ്രസിന് എതിരാകും. അതുകൊണ്ട് ആ സീറ്റ് ലീഗിന് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ആ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കുക. അങ്ങനെ കോതമംഗലത്ത് ജിൻഡോ ജോണിനെ, ചാനലുകളെല്ലാം തിളങ്ങി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവായ ജിൻഡോ ജോണിനെ, വളരെ ജനപ്രീതിയുള്ള ജിൻഡോ ജോണിനെ കോതമംഗലത്ത് സ്ഥാനാർത്ഥിയാക്കിയാൽ ആന്റണി ജോണിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോതമംഗലം സീറ്റ് കോൺഗ്രസിന് വേണ്ടി ജിൻഡോ ജോൺ പിടിച്ചെടുക്കുമെന്നുള്ളൊരു വിശ്വാസം, ഒരു ആത്മവിശ്വാസം തന്നെ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് ജിൻഡോയുടെ പേര് അവിടെ ഉയർന്നു വരുന്നതും കോതമംഗലം സീറ്റ് കോൺഗ്രസ് എടുക്കണമെന്ന ആവശ്യം അതിൽ ഉയർന്നു വരുന്നതും. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. PJ ജോസഫിൻ്റെ മത്സരരംഗത്തിൽ അദ്ദേഹത്തിൻ്റെ മകനാണ് തൊടുപുഴയിൽ മത്സരിക്കാൻ പോകുന്നത്, അപ്പു ജോൺ ജോസഫ്. അതുകൊണ്ട് ഈ പറയുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ വിലപേശൽ ശക്തി നന്നായി കുറയുമെന്നും കോൺഗ്രസിനറിയാം. അതുകൊണ്ട് ഏതായാലും കോതമംഗലത്തിൻ്റെ കാര്യത്തിൽ ഉടൻ തന്നെ ഒരു തീരുമാനം കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകും.